അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ സകല മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഒരു അമലിനെ കുറിച്ചാണ്, ഒരു അമലിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ 1000 ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകളെ ഹാസിലാക്കി തരുമാറാകട്ടെ. ജോലിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ മക്കൾക്ക് വിവാഹം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളവർ, അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവർ, കച്ചവടക്കാരുള്ളവർ, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവർ, അതുപോലെ തൊഴിൽ ബർക്കത്തില്ലാത്തവരുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള 1000 ആവശ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നതിന് ഒരു മഹത്തായ ഒരു സ്മരണയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു മഹത്തായ അമലിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഇത് കേട്ടിട്ട്, ഈ വീഡിയോ അവസാനം വരെ കേട്ടിട്ട് നിങ്ങളൊക്കെ ഈ അമൽ ചെയ്യുക. അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അങ്ങനെയുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 1000 ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് സാധിപ്പിച്ചു തരും. 1000 ആവശ്യങ്ങൾ അല്ലാഹു നമുക്ക് പെട്ടെന്ന് സാധിപ്പിച്ചു ഒരു അമലാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് ഉപകാരപ്പെടണം എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമസ്കാരമുള്ളവരാകുക. നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ നമ്മൾ നമസ്കാരമുള്ളവരാകണം. അത് അത്യാവശ്യമായ കാര്യമാണ്. നമസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മൾ ചെയ്യുന്ന അമലുകളെ പടച്ചവൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലെ, നമ്മൾ അമൽ ഫലം കിട്ടുകയുള്ളൂ. നിസ്കരിച്ചില്ലെങ്കിൽ ഫലം കിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് നിസ്കാരത്തിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് എവിടെയാണ്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അത് എങ്ങനെയെങ്കിലും ശ്രദ്ധയില്ലാതെ നിസ്കരിച്ച് കടമ നിർവഹിച്ച് സലാം വീട്ടിൽ പോകലല്ല. അപ്പൊ നമ്മളെന്താ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോകലല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മൾ തട്ടിക്കൂട്ടി പോകലല്ല, എങ്ങനെയെങ്കിലും ശ്രദ്ധയില്ലാതെ നിസ്കരിച്ച് കടമ നിർവഹിച്ച് പോകലല്ല, സലാം വീട്ടിൽ പോകലല്ല. നമ്മളൊക്കെ നിസ്കരിക്കാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കുന്നതിന് പകരം നാം ഇന്നലെ ചെയ്തത് എന്താണ് എന്നാണ് ഓർക്കുന്നത്. ഇല്ല, നമ്മളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കൈയ്യടിയാൽ പല പല ചിന്തകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പടച്ചവൻ നമുക്ക് കാക്കുമാറാകട്ടെ. അല്ലാഹു പിശാചിന്റെ ശർറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമസ്കരിച്ചത് അവർ അല്ലാഹുവുമായിട്ട് എപ്പോഴും അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. ബഹുമാനപ്പെട്ട മഹാനായ പണ്ഡിതനായ ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? നമ്മുടെയൊക്കെ നമസ്കാരം വല്ലാത്തൊരു കോലത്തിലാണ്, വല്ലാത്തൊരു രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. മഹാനവറുകളെ, നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? പക്ഷേ നമസ്കരിക്കാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവുമായിട്ട് വല്ലാതെ അടുക്കുന്നതായി കാണുന്നു. നമുക്കും അതുപോലെ നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കും അവിടെ നിന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്ന്? ആ സമയം മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമസ്കാരത്തിന് സമയമായാൽ പൂർണ്ണമായി വുളൂ എടുത്ത് നിസ്കാര സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കും. അപ്പൊ മഹാനവറുകൾ ജനങ്ങൾ നോക്കുമ്പോൾ നല്ല ഭയഭക്തിയോടെ മഹാനവറുകൾ നമസ്കരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ്? നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ ഒരു വല്ലാത്ത രൂപത്തിലാണ്. ആ മനുഷ്യൻ, ആ മഹാനായ പണ്ഡിതൻ പറയുകയാണ്, നമസ്കാര സമയമായാൽ മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, നമസ്കാരത്തിന് സമയമായാൽ പൂർണ്ണമായി വുളൂ എടുത്ത് നിസ്കാര സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കും. പിന്നീട് എന്റെ അവയവങ്ങൾ ശാന്തമാകുന്നത് വരെ ഞാൻ അല്പനേരം വിശ്രമിക്കും. പിന്നെ നിസ്കാരത്തിനായി ഞാൻ എഴുന്നേൽക്കും. ആ നേരം കഅബയിൽ എന്റെ കൺപുരുകങ്ങൾക്കിടയിലായി വന്നു നിൽക്കുന്നതായി ഞാൻ സങ്കല്പിക്കും. എന്നിട്ടോ എന്റെ വലതുഭാഗത്ത് ഞാൻ സ്വർഗത്തിനെ ഇങ്ങനെ കരുതും. സ്വർഗം എന്റെ വലതുഭാഗത്തുണ്ട്, നരകം എന്റെ ഇടതുഭാഗത്തുണ്ട് എന്ന് ഞാൻ കരുതും. എന്നിട്ട് ഞാൻ നിൽക്കുന്നത് എപ്രകാരം എന്നറിയാമോ? നരകത്തിന് കുറുകെ ഇങ്ങനെ നാട്ടിയിരിക്കുന്ന സിറാത്ത് പാലമുണ്ടല്ലോ, ആ പാലത്തിൽ ചവിട്ടി നിൽക്കുന്നതായി ഞാൻ കരുതും. എന്നിട്ടും തീരുന്നില്ല. എന്റെ പിന്നിൽ മരണത്തിന്റെ മാലാഖ എന്റെ ജീവൻ പിടിക്കുന്നതായി ഞാൻ കാത്തു നിൽക്കുന്നതായി കരുതും.
അതേ എന്റെ നമസ്കാരം അങ്ങനെ കഴിഞ്ഞാൽ എന്റെ റൂഹിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിക്കാൻ കാത്തു നിൽക്കുന്നതായി ഞാൻ സങ്കൽപ്പിക്കും. മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ അവസാന നമസ്കാരമായി ഞാൻ നമസ്കാരങ്ങളെ കരുതുന്നതാണ്. അപ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഭയമുണ്ടാകും. അള്ളാഹുവിനെ മാത്രമായിരിക്കും എന്റെ മനസ്സിലുണ്ടാകുക. ഞാൻ മരിച്ചു ഖബറിൽ കഴിയുമ്പോൾ ഈ നമസ്കാരം എങ്കിലും എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ ഞാൻ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഭയഭക്തിയാണ്. പിന്നെ എന്റെ ചിന്തയിലേക്ക് അള്ളാഹു അല്ലാതെ വേറൊന്നും കടന്നു വരികയില്ല. അപ്പൊ എന്റെ ചിന്തയിലേക്ക് അള്ളാഹു അല്ലാതെ വേറൊന്നും കടന്നു വരികയില്ല. മുഅ്മിനീങ്ങളെ, അപ്പൊ എങ്ങനെ നമസ്കരിക്കുന്നത്? ഇത് എന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് പറഞ്ഞാണ് നമസ്കരിക്കുന്നത്. നമ്മളോടോ ആയിരക്കണക്കിന് ഈ നിസ്കാരം കഴിഞ്ഞിട്ടാണോ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നമുക്ക് തീർക്കാൻ? ചിലപ്പോൾ അത് കഴിയത്തില്ല. ഒരു 2 ജീവിതകാലം മൊത്തവും ജീവിക്കേണ്ട ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇനി കോടിക്കണക്കിനുള്ള സ്വത്ത് നമുക്കുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ഭൂമിയിലുള്ള ഇണക്കങ്ങളാണ് അതൊക്കെ. എന്റെ റബ്ബിന്റെ അടുക്കൽ എന്റെ നമസ്കാരം ഉപകാരപ്പെടണം. ഇല്ലേ? നമുക്കൊന്നിനും കഴിവില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുകൾ മറ്റുള്ളവർ കൈകാര്യം ചെയ്യും. അത് തന്നെ നമുക്കറിയാവുന്നില്ല. ഈ ഭൂമിയിൽ എത്രയോ സമ്പന്നര് പോയിട്ട് അതൊക്കെ ഇങ്ങനെ ക്രയവിക്രയങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അല്ലാഹുവിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസമായിരിക്കണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ നമസ്കരിക്കണം. ഈ പറയുന്ന മൊത്തവും കഴിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഒന്നിരണ്ട് നമ്മൾ മുറുകെ പിടിച്ച് നമസ്കരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇപ്പൊ മഹാനവറുകൾ പറയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചാൽ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറൊന്നും കടന്നു വരുകയില്ല. അങ്ങനെ നമസ്കാരം കഴിയുമ്പോൾ എന്റെ നമസ്കാരത്തിന് വല്ലാത്ത ഫലമുള്ളതായി എനിക്ക് അനുഭവപ്പെടണം എന്ന് മഹാനവറുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളും ഇതുപോലെ നമസ്കരിച്ച് നോക്കൂ. അപ്പോൾ ഇബാദത്തിന്റെ മാധുര്യം നിങ്ങൾക്കും അറിയാൻ കഴിയും. ഇങ്ങനെ ഞാൻ നമസ്കരിക്കുമ്പോൾ അല്ലാഹു നമ്മളെ വല്ലാതെ തൃപ്തിപ്പെടും. നമ്മുടെ ദുആകൾക്ക് അല്ലാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമസ്കരിച്ചു വന്നാൽ 100 കണക്കിന് തറാവീഹ് നമ്മുടെ റമദാനാണ് നമസ്കരിക്കുന്നത്. നിസ്കാരത്തെ കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാവാത്തതുകൊണ്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഭയഭക്തിയോടെ നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമ്മൾ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്ന ഒരു നിസ്കാരത്തെ പറ്റിയാണ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഹത്തായ നിസ്കാരത്തെ പറ്റിയാണ്. അതുകൊണ്ട് ആ നിസ്കാരത്തെ ഞാൻ പരിചയപ്പെടുത്തിയത്. നമ്മൾ ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, എല്ലാ രീതിക്കും നമ്മളെ കൊണ്ട് കഴിയുന്നതായി നമ്മുടെ അമലുകൾ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവൻ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുകയും നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കുകയും നമ്മുടെ കടങ്ങൾ വീട് തരുകയും ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുകയും എല്ലാം അല്ലാഹുവിന്റെ വഴി കാണിച്ചു തരും. മഹാനായ ഖദർ അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു നിസ്കാരത്തെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ 1000 ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കിയ നിസ്കാരമാണ്. 1000 ആവശ്യങ്ങൾ അല്ലാഹു പെട്ടെന്ന് പൂർത്തിയാക്കിയതാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ കിതാബിൽ ഈ നിസ്കാരത്തെ പറ്റി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ നിസ്കാരം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒന്നാണ്. നിസ്കരിക്കേണ്ട സമയം വെള്ളിയാഴ്ച രാത്രി പാതിരാ സമയത്താണ്. അപ്പൊ ഈ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിസ്കരിക്കാം. മനസ്സിലായില്ലേ? വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച്, വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പാതിരാ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലും ദുആക്ക് ഉത്തരമുള്ള സമയമാണല്ലോ കിതാബുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ആഗ്രഹം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. നമ്മളെ ആഗ്രഹം നിസ്കാരത്തിന് നിയത്ത് വേണമല്ലോ. നമ്മൾ നിസ്കരിക്കുന്നവരാണ്. അപ്പൊ എങ്ങനെ നിസ്കരിക്കണമെന്ന് ഞാൻ പറയുക, അല്ലാഹു നീ എന്റെ ഇന്ന ആവശ്യങ്ങൾ നിറവേറാനുള്ള 2 റക്അത്ത് ഹാജത്ത് നമസ്കാരം
അപ്പൊ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ആഗ്രഹം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ആദ്യ റക്അത്തിൽ ഫാത്തിഹ ഓതുക. അപ്പൊ നമുക്ക് ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ആദ്യ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതണം. ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ കാഫിറൂൻ ഞാൻ ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. റക്അത്താണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 10 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം. സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതുക. അങ്ങനെ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ സലാം വീട്ടിയതിനു ശേഷം ഒരൊറ്റ സുജൂദ് ചെയ്യുക. ഒരു സുജൂദ് ചെയ്യുക. സലാം വീട്ടിയതിനു ശേഷം ഒരു സുജൂദ് ചെയ്യുക. സുജൂദിൽ നമുക്കറിയാവുന്ന 10 സലാത്ത് ചൊല്ലുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സലാത്ത് ചൊല്ലിയതിനു ശേഷം ഈ ദുആ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക. തീർച്ചയായും എന്നിട്ട് നിങ്ങൾ ആവശ്യങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുമെന്ന് മഹത്തുക്കളായ ആരിഫീങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ നമസ്കാരങ്ങളൊക്കെ മഹത്തുക്കളായ ആരിഫീങ്ങൾ നമസ്കരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു നോക്കുക. ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവരും ഇതുപോലുള്ള സാലിഹായ അമലുകൾ ചെയ്യട്ടെ. അല്ലാഹു വലിയ വിജയങ്ങൾ അല്ലാഹു അവർ നൽകുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. മുസീബത്തുകളും വേദനകളും രോഗങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാഹുവേ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. ആപത്തുകളും മുസീബത്തുകളും ഞങ്ങളിൽ നിന്ന് മാറ്റണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങൾ പല രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ കടമുള്ളവരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ. ഞങ്ങൾക്ക് ജോലിയില്ലാത്തവരാണ്, നീ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭവനമില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ. എത്രയോ സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ സകല മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ തൊഴിലിൽ നീ ബർക്കത്ത് ഉയരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ഉയരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ഉയരണേ അല്ലാഹ്. പടച്ചവനെ കിഡ്നി രോഗം, ഹാർട്ട് ബ്രെയിൻ രോഗം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ വഴികളും വിശാലമാക്കണേ അല്ലാഹ്. ഖൈറുകളുടെ വഴികൾ വിശാലമാക്കി തരണേ അല്ലാഹ്. ശർറുകൾ ഞങ്ങളിൽ നീ തട്ടിക്കളയണേ അല്ലാഹ്. ദാരിദ്ര്യവും വിപത്തുകളും മുസീബത്തുകളും ഞങ്ങൾ നീക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.